ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയാണെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഊഹിച്ച് നോക്കിയാൽ പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയ മരത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? കർത്താവ് ഈശോ മിശിഹ ബൈബിളിൽ ചോദിച്ച കാര്യം എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരും. ഈ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മളാരും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രം. ആഭ്യന്തര വകുപ്പാണെങ്കിൽ ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ വെച്ച് വലിയ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ജനങ്ങൾ പൊതുവെ പോലീസുകാർ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്താലും പോട്ടെ എന്ന് വെക്കുന്ന അവസ്ഥയിലാണ്. മാത്രമല്ല, പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി പോലീസിന്റെ പോലെയുള്ള രൗദ്രഭാവമൊന്നും ഇപ്പോഴത്തെ പോലീസ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ എന്നാലും പോലീസിന്റെ തനി സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതിന് 2 ഉദാഹരണങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ വിശ്വവിഖ്യാതനായ റാപ്പർ വേടനെതിരായിട്ട് കൊച്ചിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത. അതാണ് ഉദ്ദേശിച്ചത്. ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി. റാപ്പർ വേടനും സംഘവും ചെയ്ത തെറ്റെന്ന് വെച്ചാൽ എന്താ ഉണ്ടായത്? എറണാകുളം നഗര മധ്യത്തിൽ പനമ്പള്ളി നഗർ എന്നൊരു വലിയ ജനവാസ മേഖലയുണ്ട്. അവിടെ ബന്ധപ്പെട്ട അധികാരികളുടെ മുൻകൂർ അനുവാദം വാങ്ങാതെ ഈ പാറ്റ സമരത്തിന് അനുകൂലമായ ഒരു ചെറിയ കലാപരിപാടി സംഘടിപ്പിച്ചു എന്നുള്ളത്. സത്യത്തിൽ ഇത് കേന്ദ്രത്തിലെ മോഡി സർക്കാരിനെതിരായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു. പിന്നെ ജന്തർ മന്ദറിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടികളോട് ഐക്യദാർഢ്യം അറിയിക്കാനും വേണ്ടി നടത്തിയ പരിപാടിയാണ്. അതിനെ ആ ഒരു സ്പിരിറ്റിൽ പരിഗണിക്കാനായിട്ട് നമ്മുടെ കേരള പോലീസിന് സാധിച്ചില്ല. അപ്പോൾ പിന്നെ പോലീസ് എന്ത് ചെയ്തു? കേട്ട പാതി കേൾക്കാത്ത പാതി എന്ത് ചെയ്തു? കേസ് രജിസ്റ്റർ. അങ്ങനെ വേടൻ പ്രതികളായിട്ട് ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുക. ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഏത് നിയമമുള്ള സാറേ? ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? പോലീസ് നോക്കിയപ്പോൾ ചില ആളുകൾ നിയമവിരുദ്ധമായി സംഘം ചേരും, അല്ലെങ്കിൽ മുൻകൂർ അനുവാദം വാങ്ങാതെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ ശ്രമിക്കും. പോലീസ് ആക്ട് പ്രകാരം അത് തെറ്റാണ്. രാജ്യത്തെ നിയമം അനുസരിച്ച് അത് ശരിയായ നടപടിയാണ്. ഒന്ന് ആലോചിച്ച്, വേടൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹാനായ കലാകാരൻ. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ തരം കേസുകളാണ് കോടതിയിൽ. അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിലുള്ള അനുമോദനങ്ങളാണ് വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് കിട്ടിയത്. ഈ വേടൻ പനമ്പള്ളി നഗറിൽ പരിപാടി അവതരിപ്പിക്കാമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടുകാരുടെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടാണോ? ഒന്നുമല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പുള്ളി രാജ്യത്തെ വ്യവസ്ഥയോടുള്ള എതിർപ്പുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ തീവ്രമായ വിയോജിപ്പുകൊണ്ടാണ്. അങ്ങനെ ഒരു മനുഷ്യനെ, അങ്ങനെ ഒരു മഹാനായ വ്യക്തിയെ ഇങ്ങനെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ശരിയല്ല. ഒരു കൈവതം നാറ്റുകരുത്. ഇനി ഇതിന്റെ മറ്റൊരു രൂപമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് കണ്ടത്. കോഴിക്കോട്ടുകാരനായ ഒരു യുവാവ് അനസ് എന്ന് പറഞ്ഞാണ് പുള്ളിയുടെ പേര്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അതേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഡൽഹിയിലെ പാറ്റ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിൽ തെറ്റൊന്നുമില്ല. ആ കൂട്ടത്തിൽ പുള്ളി ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഡൽഹിക്ക് പോകണം. നേപ്പാളിലും ഡാക്കയിലും കൊളംബോയിലും ഒക്കെ ചെയ്ത പോലുള്ള സമരം അവിടെയും ചെയ്യണം. എറിയണം, കല്ലെടുത്തെറിയണം. പോലീസുകാരുടെ നേരെ കല്ലെടുത്തെറിയണം. ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരെ അടിച്ചിട്ട് കുത്തി ഇതാക്കണങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി. വെടി വെച്ച് കൊല്ലണപ്പ അതിനെ. പിന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് കത്തിക്കണം. പാർലമെന്റിന് നേരെ ആക്രമണം സംഘടിപ്പിക്കണം എന്നൊക്കെയാണ് പുള്ളി വിളിച്ചു പറഞ്ഞത്. കേട്ട വഴി കേൾക്കാത്ത വഴി കേരള പോലീസ് കേസ് രജിസ്റ്റർ. എന്റെ പൊന്നുനായിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തി ആദരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി തന്നെ നെഞ്ചിൽ ഒരു കീർത്തി മുദ്ര കുത്തി കൊടുക്കുന്നതിന് പകരം ഈ പാർലമെന്റ് ആക്രമിക്കണം എന്ന് പറഞ്ഞ തെറ്റിൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് രജിസ്റ്റർ. ഇപ്പൊ എനിക്ക് നിന്നോട് വീണ്ടും ബഹുമാനം തോന്നി തുടങ്ങി. പുള്ളി ആകെ പുലിവാലായിരിക്കും. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് അധികം വൈകാതെ തന്നെ പുള്ളി അത് പിൻവലിച്ചു. മാത്രമല്ല മാപ്പും പറഞ്ഞു. അറിവില്ലായ്മ കൂടെ പറ്റിപ്പോയതാണ്. മാപ്പേ എന്ന്. നമ്മള് കേരളക്കാരല്ലടാ. ഒരു തെറ്റ് പറ്റിപ്പോയാൽ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? ഒരു തെറ്റല്ലേ? എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സർക്കാരിന്റെ കരളലിയുന്നില്ല, ആഭ്യന്തര വകുപ്പിന്റെ കരളലിയുന്നില്ല, പോലീസിൽ നിന്ന് യാതൊരു നീതിയും ലഭിക്കുന്നില്ല എന്ന് പറയും. എത്ര ഭയങ്കരമാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഇത് കോൺഗ്രസിന്റെ അധ്യക്ഷതയിൽ ഭരണം നടക്കുന്ന കേരളത്തിൽ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയാണെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഊഹിച്ചു നോക്കിയാൽ. പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയ മരത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഈ ഡൽഹി സമരത്തിന്റെ സകല വിധത്തിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഈ വേടനും അതുപോലെ തന്നെ നമ്മുടെ അനസിനും മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. അവർക്ക് പോലീസിന്റെ പീഡനം ഇനിയും അധിക ദിവസം സഹിക്കേണ്ടി വരരുതേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട പറയുന്നു. ചേട്ടാ, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ.
അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.